വെൽക്കം ടു ദി നെക്സ്റ്റ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ലിസ്റ്റ് അറേ എന്നുള്ളതിൻ്റെ ചില പ്രോപ്പർട്ടീസാണ്. പൈത്തണിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാലും അറേ എന്ന് പറഞ്ഞാലും അതുപോലെ ദർ ഈസ് അനദർ വൺ ടപ്പിൾ. ഇതെല്ലാം ദ ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് എ കളക്ഷൻ ഓഫ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലിസ്റ്റിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ വിച്ച് മേ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ന്യൂമറിക് ഡാറ്റ, അതിൽ തന്നെ ഇൻറ്റിജർ വരാം, ഫ്ലോട്ട് വരാം, സ്ട്രിങ് വരാം, ലോജിക്കൽ വാല്യൂസ് ദാറ്റ് ഈസ് ട്രൂ ഫാൾസ്. അതുപോലെ തന്നെ ഇറ്റ് മേ ബി അനദർ ലിസ്റ്റ്. ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറെ ലിസ്റ്റ് വരാം എലമെൻ്റ് ആയിട്ട്. ഇപ്പോൾ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ. ഇറ്റ് ഈസ് ഓർഡേഡ് കളക്ഷൻ സപ്പോർട്ടിങ് നെഗറ്റീവ് ഇൻഡെക്സിങ്. നെഗറ്റീവ് ഇൻഡെക്സിങ് എല്ലാം ഞങ്ങൾക്ക് പിന്നീട് വരുന്നതാണ്. Now a list can be created using two square brackets containing the data values separated by commas. For example, പറയുകയാണെങ്കിൽ a equal to 1, 2, 3 എന്നുള്ളത് ഒരു ലിസ്റ്റാണ്. Another one, b is equal to 5, it is a number. Physics, it is a string. Then 1, 2, it is a list. 4 is again a number. അപ്പോൾ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഈ these members are called elements or members of the list. But the elements of the list B എന്നുള്ളത് they are of different types. ന്യൂമറിക് ടൈപ്പ് വരുന്നുണ്ട്, സ്ട്രിങ് ടൈപ്പ് വരുന്നുണ്ട്, ലിസ്റ്റ് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ലിസ്റ്റിൻ്റെ മെമ്പറായിട്ടൊരു ലിസ്റ്റ് തന്നെ വരാം. ദാറ്റ് ഈസ് കാൾഡ് ലിസ്റ്റ്. അറേ എന്ന് പറയുമ്പോഴും പൈത്തണിലുള്ള മറ്റൊരു കോമ്പോസിറ്റ് ഡാറ്റയാണ് അറേ എന്നുള്ളത്. അപ്പോൾ അറേ എന്നുള്ളത് ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് എ കളക്ഷൻ ഓഫ് ഡാറ്റ. ബട്ട് ദ മെയിൻ ഡിഫറൻസ് ഈസ് അറേ എന്നുള്ളതിന് ഒറ്റ ഡാറ്റ ടൈപ്പ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ഒരു അറേക്ക്. വേറെ അറേക്ക് വേണമെങ്കിൽ വേറെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ അറേ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദ നംപി മൊഡ്യൂൾ. അറേ എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് വേണം അറേ ഡിഫൈൻ ചെയ്യാൻ. ലിസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ അങ്ങനെ ഒരു പ്രത്യേക മൊഡ്യൂളൊന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതില്ല. പക്ഷേ അറേ ഡിഫൈൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഇമ്പോർട്ട് ദി നംപി മൊഡ്യൂൾ ടു ഡിക്ലെയർ ദ അറേസ്. വേറെയും മൊഡ്യൂളുകൾ അവൈലബിൾ ആണ്. അറേ എന്നുള്ള മൊഡ്യൂളുണ്ട്. സോ ഹിയർ വി വിൽ ബി യൂസിങ് നംപി മൊഡ്യൂൾ. ഇഫ് ദ എലമെൻറ്റ്സ് ഓഫ് എൻ അറേ ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് എൻ എക്സെപ്ഷൻ എറർ വിൽ ബി ദർ. അതായത് എലമെൻറ്റ്സ് ഓഫ് അറേയുടെ ഡാറ്റ ടൈപ്പ് ഡിഫറെൻറ്റ് ആവാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് c is equal to np.array 1, 2, 3, 4. അപ്പോൾ അറേ എന്നുള്ള ഫംഗ്ഷന് ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഓർഡിനറി ബ്രാക്കറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് 1, 2, 3, 4. അപ്പോൾ 1, 2, 3, 4 എന്നുള്ള ലിസ്റ്റിനെ അറേ ആക്കി മാറ്റും നമ്മുടെ ഈ അറേ എന്നുള്ള ഫംഗ്ഷൻ. ആൻഡ് a is equal to 5, 7, 8, 9 എന്നുള്ള ഇറ്റ് ഈസ് എ ലിസ്റ്റ്. d is equal to np.array. അപ്പോൾ ആ a എന്നുള്ള അറേയെ a എന്നുള്ള ലിസ്റ്റിനെ ഒരു അറേ ആക്കി മാറ്റും. സോ d is an array. അപ്പോൾ ഇവിടെ അറേ എന്നുള്ളത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഇമ്പോർട്ട് എ സ്പെഷ്യൽ മൊഡ്യൂൾ. ഇനി ലിസ്റ്റും അറേയും തമ്മിൽ സിമിലാരിറ്റീസും ആൻഡ് ഡിഫറൻസസ്. സിമിലാരിറ്റീസ് എന്ന് പറയുമ്പോൾ ദേ ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് എ കളക്ഷൻ ഓഫ് ഡാറ്റ. ദേ ആർ മ്യൂട്ടബിൾ. മ്യൂട്ടബിൾ എന്ന് പറയുമ്പോൾ അതിലുള്ള എലമെൻറ്റിനെ മാറ്റി നമുക്ക് വേറെ എലമെൻ്റ് അവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അങ്ങനെ അതിൽ ചേഞ്ച് വരുത്താം. അതുപോലെ തന്നെ ദേ ക്യാൻ ബി ഇൻഡെക്സ്ഡ്, സ്ലൈസ്ഡ് ആൻഡ് ഇറ്ററേറ്റഡ് ത്രൂ. ദെൻ ഡിഫറൻസസ് എന്നുള്ളത് ഒന്നാമത്തെ ഡിഫറൻസ് അതിൻ്റെ ക്രിയേഷൻ തന്നെ. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സിംപിളി ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റ എലമെൻറ്റ്സിനെ പുട്ട് ചെയ്താൽ മതി, സെപ്പറേറ്റഡ് ബൈ കോമാസ്. ബട്ട് an array can be defined only by importing the array function. Another difference എന്നുള്ളത് it is the data type and arithmetic operation support. Arrays എന്നുള്ളത് they are optimized for element wise arithmetic computation, but list cannot support element wise ഓപ്പറേഷൻ ആസ് സച്ച്. അറേ എന്നുള്ളത് എലമെൻറ്റ് വൈസ് ഓപ്പറേഷൻ ആണ്, ലിസ്റ്റ് എന്നുള്ളതിൽ എലമെൻറ്റ് വൈസ് ഓപ്പറേഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ന്യൂമറിക്കൽ മെത്തേഡിലെല്ലാം വി വിൽ ബി എക്സ്ക്ലൂസീവ്ലി യൂസിങ് അറേസ് ഫോർ റെപ്രസെൻറ്റിംഗ് ദി ഡാറ്റാസ് ലൈക്ക് എക്സ് വാല്യൂസ് ആൻഡ് വൈ വാല്യൂസ്. നൗ ലിസ്റ്റ് ആൻഡ് അറേ ടേക്ക് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് മെമ്മറി. ലിസ്റ്റിൻ്റെ കേസിൽ കൂടുതൽ മെമ്മറി എടുക്കുന്നുണ്ടാവും. അറേ എന്നുള്ള അത്രത്തോളം മെമ്മറി സ്പേസ് എടുക്കുന്നുണ്ടാവില്ല. ബിക്കോസ് ഇൻ അറേ ദ സ്റ്റോർ ഡാറ്റ ഇൻ എ വെരി കോമ്പാക്ട് മാനർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ലിസ്റ്റും അറേയും തമ്മിലുള്ള ഡിഫറൻസുകളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലിസ്റ്റ് എന്നുള്ള ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ ഓൺലി എലമെൻറ്റ്സ്. It can contain elements of different data types,
array എന്നുള്ളത് can contain elements of same data type. ലിസ്റ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ മൊഡ്യൂളൊന്നും ഇമ്പോർട്ട് ചെയ്യേണ്ടതില്ല. array ഡിഫൈൻ ചെയ്യണമെങ്കിൽ we have to import a module. Then list എന്നുള്ളത് it cannot handle arithmetic operation directly. Array can handle the operation directly. List എന്നുള്ളത് it is preferred for shorter sequence of data items. പക്ഷേ കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ arrays are preferred. List consumes larger memory. Comparatively, array uses less memory. So because of the superiority of Python arrays over lists, we will be using arrays in our program to store collection of data like x values and y values. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാമിൽ ചില അതായത് ന്യൂമറിക്കൽ മെത്തേഡിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാം എന്നുള്ളത് ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഏതാനും ചില ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഈസ് len എന്നുള്ളത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഇൻ ബേസിക് പൈത്തൺ. സോ ടു യൂസ് ദിസ് ഫങ്ഷൻ വി നീഡ് നോട്ട് ഇമ്പോർട്ട് എനി മൊഡ്യൂൾ. len എന്നുള്ളത് അതിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക ഒരു ലിസ്റ്റ്, ഒരു array, ഒരു ടപ്പിൾ, ഒരു സ്ട്രിങ്, ഇതെല്ലാം ഇതിൻ്റെ ആർഗ്യുമെൻ്റായി വരാം. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നത് ആ എലമെൻറ്റ്, ആ ഒരു ലിസ്റ്റ്, array, ടപ്പിൾ ഓർ സ്ട്രിങ് അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് അത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ടു ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ ദ numpy മൊഡ്യൂൾ. അപ്പോൾ സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ len എന്നുള്ളത്. അപ്പോൾ len ഒരു array ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആ arrayയിൽ എത്ര എലമെൻറ്റ് എന്നുള്ളതാണ് അത് ഫങ്ഷൻ നമുക്ക് തരുന്നുണ്ടാവാം. അടുത്ത രണ്ട് ഫങ്ഷൻ numpy മൊഡ്യൂൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. സോ ആ രണ്ട് ഫങ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഇമ്പോർട്ട് ദ numpy മൊഡ്യൂൾ ബിഫോർ കാളിംഗ് ദം ഇൻ അവർ പ്രോഗ്രാം. അതിൽപ്പെട്ട ഒന്നാണ് സം എന്നുള്ളത്. സം എന്നുള്ളതിൻ്റെയും ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു ലിസ്റ്റ്, array ഓർ ടപ്പിൾ പോസിബിൾ ആണ്. അത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക ഇറ്റ് റിട്ടേൺസ് ദ സം ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ഒരു ലിസ്റ്റ് ആണെങ്കിൽ ആ ലിസ്റ്റിലെ എലമെൻറ്റിൻ്റെ സം അത് റിട്ടേൺ ചെയ്യും. ഒരു array ആണെങ്കിൽ ആ arrayയിലെ എലമെൻറ്റിൻ്റെ സം ആണ് അത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ മറ്റൊന്നാണ് മീൻ എന്നുള്ളത്. ഇറ്റ് ആൾസോ ആക്സെപ്റ്റ്സ് an array, list or tuple and it returns the mean of the elements of that list, tuple or array. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാമെന്ന പ്രോഗ്രാമിൽ ആവശ്യമുള്ളതാണ്. അതുപോലെ അടുത്ത് പറയുന്ന 4 ഫങ്ഷൻസ് ദേ ആർ ഡിഫൈൻഡ് ഇൻ ദ pyplot മൊഡ്യൂൾ ഓഫ് ദ matplotlib ലൈബ്രറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇമ്പോർട്ട് ദ matplotlib.pyplot മൊഡ്യൂൾ. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് പ്ലോട്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുന്നത് മിനിമം അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് 2 ലിസ്റ്റാണ്. അതിലോ 2-ലധികം ആർഗ്യുമെൻറ്റ്സ് പോസിബിൾ ആണ്. മിനിമം അതിന് 2 ലിസ്റ്റ് അല്ലെങ്കിൽ 2 array അല്ലെങ്കിൽ 2 ടപ്പിൾ വേണം ആസ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്ലോട്ടഡ് ആസ് ദ ഫസ്റ്റ് ലിസ്റ്റ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ദ സെക്കൻഡ് അലോങ് ദി വൈ ആക്സിസ്. അപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എക്സിലും സെക്കൻഡ് ആർഗ്യുമെൻറ്റ് വൈയിലും വരുന്ന രീതിയിൽ അത് പ്ലോട്ട് ചെയ്യും. എക്സ് ലാബൽ വൈ ലാബൽ എന്നുള്ളത് നമ്മുടെ പ്ലോട്ടിൽ എക്സ് ആക്സിസിനെ ലാബൽ ചെയ്യാനാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. എക്സ് ലാബൽ എന്നുള്ളത്. വൈ ലാബൽ എന്നുള്ളത് വൈ ആക്സിസിനെ ലാബൽ ചെയ്യാൻ. ലാബൽ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ എന്താണ് കൊടുക്കുന്നത് നമ്മൾ കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് ഇൻ വോൾട്ട് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആർഗ്യുമെൻ്റായി വരുന്നത് ഒരു സ്ട്രിങ് ആണ്. എക്സിൽ എന്താണോ ലാബൽ ആ ലാബൽ ഒരു സ്ട്രിങ് ആയിട്ട് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഗ്രിഡ് എന്നുള്ളത് നമ്മുടെ പ്ലോട്ടിൽ ഗ്രിഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനിൽ ഗ്രിഡ് എന്നുള്ളതിൻ്റെ ആർഗ്യുമെൻറ്റ് ട്രൂ എന്ന് കൊടുക്കാം. ഗ്രിഡ് വേണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഗ്രിഡ് എന്നുള്ളത് ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്യാം പ്രോഗ്രാമിൽ നിന്ന്, അല്ലെങ്കിൽ ഗ്രിഡ് ഫാൾസ് എന്ന് കൊടുക്കാം. നൗ ഇറ്റ് ഈസ് ഷോ എന്നുള്ളത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിബിറ്റ് ദ പ്ലോട്ട്. നമ്മുടെ പ്ലോട്ട് എക്സിബിറ്റ് ചെയ്യാനാണ്. അതായത് പ്ലോട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് പൈത്തൺ അത് പുറത്തേക്ക് എക്സിബിറ്റ് ചെയ്യണമെന്നില്ല. എസ്പെഷ്യലി ഇൻ ദി സ്ക്രിപ്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഷോ ഉണ്ടെങ്കിൽ മാത്രമേ പൈത്തൺ എന്ത് ചെയ്യുള്ളൂ ആ ഗ്രാഫ് പുറത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇൻറ്ററാക്റ്റീവ് മോഡിലാണെങ്കിൽ ഷോ ഇല്ലെങ്കിലും നിങ്ങൾ പ്ലോട്ട് കൊടുക്കുന്നതോടുകൂടി തന്നെ മിക്കവാറും അതിൽ പ്ലോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഇൻ ദ സ്ക്രിപ്റ്റ് മോഡ് ഷോ ഈസ് നെസസറി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഇമ്പോർട്ട് numpy ആസ് np. ഇമ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു np.array 1 2 3 4 5 എക്സ് ബാർ ഈക്വൽ ടു np.meanx. അപ്പോൾ എക്സ് ബാർ എന്നുള്ള വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അതിലേക്ക് എക്സിൻ്റെ മീൻ ഞാൻ സ്റ്റോർ ചെയ്തു. ഞാൻ പ്രിൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ വരുന്നത്. എക്സ് ഈക്വൽ ടു
എക്സ് എന്നുള്ള ഇറ്റ് ഈസ് ആൻ അറേ 1 2 3 4 5. നിങ്ങൾക്ക് കാണാം ഇവിടെ അറേ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് സ്പേസ് ആണുള്ളത് എലമെൻസിനടുക്ക്. ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കോമ കാണുന്നുണ്ടാവും. ലിസ്റ്റും അറേയും ഏകദേശം ഒരേപോലെ തന്നെയാണ് കാണുന്നത്. ബട്ട് ഡിഫറൻസ് എന്നുള്ളത് അറേയിൽ സ്പേസ് ആണ് വരുന്നുണ്ടാവുക, ലിസ്റ്റിൽ വരുന്നുണ്ടാവുക കോമയാണ്. പ്രിൻ്റ് എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. അപ്പോൾ ഫസ്റ്റ് എക്സ് പ്ലസ് 5 എന്നുള്ളത് സ്ട്രിങ് ആണ്. സോ അത് അതേപോലെ വരും, എക്സ് പ്ലസ് 5 ഈക്വൽ ടു ദെൻ കോമ, അപ്പോൾ ഒരു സ്പേസ് വരും. ദെൻ എക്സ് പ്ലസ് 5 ഇതൊരു വേരിയബിൾ ആണ്. അപ്പോൾ എക്സ് എന്താണെന്ന് നോക്കും. എക്സ് എന്നുള്ളത് 1 2 3 4 5 ആണ്. അതിൻ്റെ കൂടെ ഒരു 5 ആഡ് ചെയ്യും. ഓരോ എലമെൻറ്റിലും 5 വരും. സോ ഇറ്റ് ബിക്കംസ് 6 7 8 9 10. അതാണ് ഇവിടെ 6 7 8 9 10. ദെൻ പ്രിൻറ്റ് മീൻ ഈസ് ഈക്വൽ ടു, അപ്പോൾ മീൻ എന്നുള്ളത് സ്ട്രിങ് ആണ്, അതുപോലെ വരും മീൻ ഈസ് ഈക്വൽ ടു എക്സ് ബാർ. എക്സ് ബാർ എന്നുള്ളത് ഇതിൻ്റെ മീൻ 1 2 3 4 5യുടെ മീനിങ് 3 എന്നുള്ളതാണ്. സോ ഇറ്റ് വിൽ ബി 3. നൗ പ്രിൻറ്റ് സം ഇസ് ഈക്വൽ ടു എൻ പി ഡോട്ട് സം. അപ്പോൾ സോ സം എന്നുള്ളത് അതുപോലെ വരും. സം ഈസ് ഈക്വൽ ടു സം എക്സ് എന്നുള്ളത് ഇറ്റ് ഈസ് സം ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് ദിസ് എക്സ് ഈസ് ഈക്വൽ ടു 15. നൗ എക്സ് സ്ക്വയർ എക്സ് എസ് ക്യു ആർ എന്ന് ഞാനൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ പുതുതായിട്ട്. ഇറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് കൊടുത്തു ഞാൻ. സോ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ മൾട്ടിപ്ലൈ ഈച്ച് എലമെൻറ്റ് ഓഫ് എക്സ് വിത്ത് ഇറ്റ് സെൽഫ്. സോ 1 ഇൻറ്റു 1 1, ദെൻ 2 ഇൻറ്റു 2 4 9 16 25. ഇതാണ് എക്സ് സ്ക്വയർ വരുന്നുണ്ടാവുക. പ്രിൻറ്റ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് എസ് ക്യു ആർ. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് ഒരു സ്ട്രിങ് ആണ് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള, അത് അതുപോലെ എക്സ് സ്ക്വയർ എന്ന് വന്നു ഈക്വൽ ടു ദെൻ സ്പേസ് എക്സ് എസ് ക്യു ആർ. എക്സ് ക്യു ആർ എന്നുള്ളത് ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് 2 4 9 16 5 1 4 9 16 25. ആ രീതിയിൽ അവിടെ വന്നു. അപ്പോൾ ഇവിടെ ഈ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ, പ്രിൻ്റ് എന്നുള്ളതൊരു ഫംഗ്ഷനാണ്, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ രണ്ട് എലമെൻറ്റ്സ് ആണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ എലമെൻ്റ് എന്നുള്ളത് ഒരു സ്ട്രിങ് ആണ്, രണ്ടാമത്തെ എലമെൻ്റ് ഒരു വേരിയബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് വേരിയബിളിൻ്റെയും രണ്ട് എലമെൻറ്റിൻ്റെയും ഇടയ്ക്ക് ഒരു സ്പേസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൈത്തൺ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ആ സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് ഈക്വൽ ടു ദെൻ എക്സ് എസ് ക്യു ആർ എന്നുള്ളതിനൊക്കെ ഇവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൈത്തൺ ഒരു സ്പേസ് എക്സ്ട്രാ ഇവിടെ ചേർക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ നോക്കാം. പ്രിൻറ്റ് സം ഇസ് ഈക്വൽ ടു എൻ പി ഡോട്ട് സം. ഇവിടെ ഞാൻ സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല, എന്നാലും പൈത്തണിൽ എന്ത് വന്നിട്ടുണ്ട്, ഒരു സ്പേസ് ഈക്വൽ ടുവിന് ശേഷം വന്നിട്ടുണ്ട്. നൗ അനദർ വൺ ഈസ് ഫോർ പ്ലോട്ടിംഗ്. ഇമ്പോർട്ട് numpy ആസ് np, ഇമ്പോർട്ട് matplotlib.pyplot ആസ് plt. അപ്പോൾ ഇവിടെ numpy മൊഡ്യൂളും ഇമ്പോർട്ട് ചെയ്തു, matplotlib.pyplot എന്നും അതും ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ആസ് plt. x is equal to np.array 1 2 3 4 5. y is equal to 2x square minus 3x plus 1. അതാണ് y എന്നുള്ളത്. അപ്പോൾ ഇതിനെ ഒരു പ്ലോട്ട് വരയ്ക്കാൻ പോണേ. സോ plt ഡോട്ട് പ്ലോട്ട് എക്സ് വൈ. അപ്പോൾ ഇവിടെ എക്സും വൈയും തമ്മിലൊരു പ്ലോട്ട് വരച്ചു കഴിഞ്ഞു. ഞാൻ plt ഡോട്ട് എക്സ് ലാബൽ, ഞാൻ എക്സ് ലാബിൽ എക്സ് വാല്യൂസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് എക്സ് വാല്യൂസ് വന്നിട്ടുണ്ട് എക്സ് ആക്സിസിൽ. പ്ലോട്ട് വൈ ലാബൽ ഇസ് ഈക്വൽ ടു വൈ ലാബൽ വൈ വാല്യൂസ്. അപ്പോൾ വൈ വാല്യൂസ് എന്നുള്ള സ്ട്രിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. ഇവിടെ വൈ വാല്യൂസ് എന്നുള്ള ഒരു ലാബൽ വന്നു. പ്ലോട്ട് plt ഗ്രിഡ് ട്രൂ. അപ്പോൾ ട്രൂ എന്ന് കൊടുത്തുകൊണ്ട് ഇവിടെ ഗ്രിഡ് വന്നു. ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഈ വല പോലുള്ള ആ വാല്യൂസ് വരയ്ക്ക് വരുന്ന അതാണ് ഗ്രിഡ് എന്നുള്ളത്, ഗ്രിഡ് ട്രൂ. ദെൻ plt ഷോ എന്ന് വരുന്നത് കൂടി നമുക്ക് ഈ ഔട്ട്പുട്ട് പൈത്തണിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇത്രയും ഫങ്ഷൻസാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വാട്ട് ഈസ് കാൾഡ് ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് എന്നുള്ള പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യം നമുക്ക് ഒന്ന് പൈത്തണിൽ ചെക്ക് ചെയ്ത് നോക്കാം. സോ a is equal to I am defining a list 1 2 3 and b is equal to I am defining an array. Before that I have to import numpy as np. Then I am using b is equal to np dot array, then 4 5 6. Now if I am using a plus a,
A is a list. So A plus A gives the result as a long list. 1, 2, 3, 1, 2, 3. That is, two lists are added together to produce a long list. Now if I am using B plus B, the result will be different. B plus B is 8, 10, 12, because here B plus B, for finding B plus B, each element of the B is added to itself. So this is called element wise operation. I can take 3A, it will be that list into 3. Similarly, I can take, say, 4B, it will be 4 into each element of the array. ഈ അറേയിൽ വരുന്ന 4, 5, 6 എന്നുള്ള ഓരോ എലമെൻറ്റിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 16, 20, 24. ഇനി ഞാൻ 2.1 ഇൻറ്റു ബി എന്നുള്ളത് എനിക്ക് എടുക്കാൻ പറ്റും. 2.1 എന്നുള്ള ആ എലമെൻറ്റിനെ അറേയിലുള്ള ഓരോ എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതേസമയം 2.1 ഇൻറ്റു എ എന്നെടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ എറർ, ബിക്കോസ് എ ലിസ്റ്റ് കനോട്ട് ബി മൾട്ടിപ്ലൈഡ് ബൈ എ നോൺ ഇൻറ്റിജർ നമ്പർ. ഇൻറ്റിജർ കൊണ്ട് മാത്രമേ ലിസ്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ലിസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇഫ് വി ടേക്ക് ദെൻ എ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആൾസോ എറർ, ബിക്കോസ് എ സ്ക്വയർ എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ലിസ്റ്റ്. അതേസമയം ബി സ്ക്വയർ എന്നുള്ളത് ഇറ്റ് ഈസ് പോസിബിൾ. ബി സ്ക്വയർ എന്നുള്ളത് അറേ ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ ഇത്രയാണ് ലിസ്റ്റും അറേയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഒന്ന് എലമെൻറ്റ് വൈസ് ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യും, അതായത് അറേ എന്നുള്ളത്. ലിസ്റ്റ് എന്നുള്ളത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊരു ഇക്വേഷനിൽ മറ്റുമെല്ലാം ഫോം ചെയ്യുന്ന സമയത്ത് മിക്കവാറും ആവശ്യം വരുന്നുണ്ടാവുക അറേ ആണ്. അപ്പോൾ അറേ ഓപ്പറേഷനാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ വിൽ ബി ആൾസോ യൂസിങ് അറേസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അറേ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ വരുന്നുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എന്നെടുത്തിട്ട് സേ അറേ, പ്രിൻറ്റ് ബി സ്ക്വയർ എന്നെടുക്കുകയാണെങ്കിൽ ദ റിസൾട്ട് വിൽ ബി ഡിഫറെൻറ്റ്. അതിൻ്റെ അപ്പിയറൻസ് ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ വെറും ബി സ്ക്വയർ എടുക്കുമ്പോൾ അറേ 16, 25, 36, ഡാറ്റ ടൈപ്പ് ഇൻറ്റ് 32 എന്നൊക്കെ വന്നിട്ടുണ്ട്. അതേസമയം ഇങ്ങനെ ലിസ്റ്റ് റിസൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 16, 25, 36. നമ്മൾ സ്ക്രിപ്റ്റ് മോഡിൽ ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾ പ്രോഗ്രാം എഴുതി ഒരു ഫയലാക്കി സേവ് ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രിൻറ്റ് ബി സ്ക്വയർ തന്നെ കൊടുക്കണം. അതേസമയം ഇൻറ്ററാക്റ്റീവ് മോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇൻറ്ററാക്റ്റീവ് മോഡിൽ ബി സ്ക്വയർ എന്ന് മാത്രം കൊടുത്താലും ഔട്ട്പുട്ട് പോസിബിളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മീനും മറ്റുമെല്ലാം നമുക്ക് കാണാം. മീൻ np ഡോട്ട് മീൻ വേണം. അഗെയിൻ np, ബിക്കോസ് ദിസ് ഈസ് ദ numpy മൊഡ്യൂൾ. മീൻ എയുടെ മീൻ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ np ഡോട്ട് സം, ഞാൻ ബി എന്നുള്ള അറേയുടെ സം എടുക്കാം. സം, എവരിത്തിങ് ഈസ് പോസിബിൾ. സോ ഇത്രയുമാണ് ലിസ്റ്റും അറേയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഒന്ന് കാണിക്കാനുള്ളത്. നെക്സ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.